കാശ്മീരി വിഷയത്തിലുണ്ടെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസ് തൻ്റെ വിഷമങ്ങളെ അറിയിച്ചുകൊണ്ട് ഓരോരോ പോസ്റ്റും സ്റ്റോറീസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതേ കൂട്ടത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ദിയ കൃഷ്ണ ഉണ്ടെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധേയമാകുന്ന രീതിയിലൊരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതിനകത്തുള്ളൊരു പോസ്റ്റിൻ്റെ മെയിലുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേക്കപ്പ് ഹിന്ദുസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് പോലെയാണ് അതിനകത്ത് ഇട്ടിരുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഒരുപാടുള്ള രീതിയിലുള്ള തോട്ട് വരാതിരിക്കും. ചിലർക്ക് റിലീജിയനായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോ പല രീതിയിലുള്ള തോട്ടുകളും വരാനുള്ള സാധ്യത വളരെയധികം ഉള്ളത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമ്മളൊക്കെ ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരു വലിയ ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പോസ്റ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് ആലോചിച്ച് വേണം അങ്ങനത്തുള്ള ഒരു കാര്യം ഇടുക. അത് എന്ത് കാര്യമായിരുന്നാലും ശരി. ഇപ്പോൾ ഇതിനകത്തുണ്ടെങ്കിൽ വേക്കപ്പ് ഹിന്ദുസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരെണ്ണം ഇടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് വരുന്നതായിരിക്കും. അതിനെ തുടർന്നുണ്ടെങ്കിൽ 2 മതക്കാരെ അടിക്കുന്ന രീതിയിലൊക്കെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും. ഇത്രയും പേരുണ്ടെങ്കിൽ അതിക്രൂരമായി കൊന്നവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. ആൾക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കണം, മതങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തുള്ളൊരു കാര്യം അവർ മനഃപൂർവ്വം ചെയ്യുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ നമ്മളും ഇതൊക്കെ മനസ്സിലാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി വേണം പോകാൻ നിൽക്കുന്നത്. അതിന് പകരം അല്ലാതെ ഇതേ കണക്കത്തുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ട് അത് കൂട്ടാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. അതേ സമയത്തുണ്ടെങ്കിൽ മേജർ രവിയോ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള മീഡിയയിലൊക്കെ സംസാരിച്ച സമയത്തുണ്ടെങ്കിൽ ആ സമയത്ത് അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു പൊളിറ്റീഷ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സപ്പോർട്ട് അങ്ങനത്തുള്ള രീതിയിലൊന്നുമല്ല സംസാരിച്ചത്. അയാൾ ഒരു മിലിറ്ററിക്കാരനായിട്ടാണ് ആ സമയത്ത് സംസാരിക്കുകയാണ് ചെയ്തത്. നമ്മളതിലാണ് പ്രശ്നം. നമ്മളുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് അയിഞ്ഞായി നിന്ന സമയം കൊണ്ടാണ് ഇതിനകത്തുള്ള ഒരു കാര്യം നടന്നതെന്നാണ് മേജർ രവി പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും വരുന്നത്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ട് എന്തെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.